ലഞ്ചിന് ചിക്കനോ മട്ടനോ അല്ലെങ്കിൽ പച്ചക്കറികളോ ഒന്നുമില്ലാത്ത ഒരു സമയത്ത് നമുക്കിന്ന് ലഞ്ച് അടിപൊളിയാക്കുകയും വേണം. അങ്ങനെയുള്ളൊരു ടൈമിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ റെസിപ്പിയാണിത്. അതിനായി 1.5 കപ്പ് പൊന്നിയരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് സാമ്പാർ പരിപ്പും കൂടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും വെള്ളത്തിലിട്ട് നന്നായി കഴുകിയ ശേഷം അടികട്ടിയുള്ള ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് വരുന്ന സമയത്ത് ഒരു സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ സവോളയും നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയെല്ലാം നന്നായി വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും എല്ലാം നന്നായി ഒന്ന് ഉടഞ്ഞു കിട്ടണം. അതിനുശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാല, മണത്തിന് ആവശ്യമുള്ള കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ പച്ചമണം പോണത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് സെറ്റാവുന്ന സമയത്ത് നമുക്ക് കഴുകി വെച്ച അരിയും ദാലും കൂടി ഇട്ട് കൊടുക്കാം. ഈ ദാലും അരിയും ഒന്ന് ഫ്രൈ ആയ ശേഷം നമുക്ക് ഇതിലേക്ക് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വേകാനുള്ള ചുടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം മൂടി വെച്ച് വേവിക്കാം. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ റൈസ് ദാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആക്കരുത്. ഇതൊരു കുഴഞ്ഞ രൂപത്തിലുണ്ടാവണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇത് നമുക്ക് പപ്പടത്തിൻ്റെ കൂടെയും മുട്ട പൊരിച്ചതിൻ്റെ കൂടെയും ഉരുളക്കിഴങ്ങ് വറുത്തതിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ.